ജനാഭിമുഖ കുർബാനയ്ക്ക് വീണ്ടും വിലക്ക്. നെടുമ്പങ്ങാട് സെന്റ് തോമസ് ചർച്ചിലെ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ ഇടവക വികാരി ജോയി പ്ലാക്കാൻ സഭാ സിനഡിന് വിരുദ്ധമായി ഇല്ലസിറ്റ് കുർബാന അർപ്പിക്കുന്നതിനെതിരെ നൽകിയ കേസിലാണ് ഇടക്കാല വിധി. ചേർത്തല മുനിസിപ്പൽ അഡീഷണൽ മജിസ്ട്രേറ്റ് ശ്രീമതി അക്ഷയ PR ആണ് വിധി പറഞ്ഞത്. 17/4/2024 മുതൽ സഭയുടേതല്ലാത്ത ഒരു കുർബാനയും നെടുമ്പങ്ങാട് പള്ളിയിലും പള്ളിയുടെ അധികാരപരിധിയിലുള്ള കുരിശുപള്ളികൾ, മഠങ്ങൾ, വികാരിയുടെ അധികാരപരിധിയിലുള്ള ഭവനങ്ങൾ ഒന്നിലും ജനാഭിമുഖ കുർബാന നടത്തരുതെന്നാണ് വിലക്ക്. പെറ്റീഷണർമാരായ അഡ്വക്കേറ്റ് ജെറ്റിൻ കൈമാപ്പറമ്പിൽ, റോയി എബ്രാഹിം എന്നിവർക്ക് വേണ്ടി അഡ്വക്കേറ്റ് തോമസ് താളലാനിയും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനു വേണ്ടി അഡ്വക്കേറ്റ് മാത്യു അലക്സാണ്ടർ എന്നിവർ ഹാജരായി. അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ മേജർ ആർച്ച് ബിഷപ്പിന്റെ തീരുമാനം തന്നെയാണ് തന്റേതുമെന്ന നിലപാടാണ് കോടതിയിൽ പറഞ്ഞത്. ഇത് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളുടെ വിജയമാണെന്ന് മാർത്തോമാ നസ്രാണി സംഘം ചേർത്തല ഫൊറോന കൗൺസിൽ അഭിപ്രായപ്പെട്ടു. നന്ദി. ഒരേ സ്വരം, ഒരേ മനം, ഒരേ ബലി, ഒരേ സ്വരം, ഒരേ മനം.